ജെഫ്രി എഫ്സ്റ്റീനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയിലുമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞെട്ടിക്കുന്ന വാർത്തയാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും കഴിഞ്ഞ മാസം നമ്മൾ കേട്ടത്. 2026 ജനുവരി ആദ്യ 2 ആഴ്ചയിൽ 807 ആളുകളെയാണ് കാണാതായത്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും. 807 509 സ്ത്രീകളോ അല്ലെങ്കിൽ പെൺകുട്ടികളോ ഉണ്ട്. 191 പ്രായപൂർത്തിയാവാത്ത ചെറിയ പിഞ്ചുകുട്ടികൾ. പോലീസിന്റെ കണക്കനുസരിച്ച് 235 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 100 കണക്കിന് ആൾ എവിടെ പോയി? അവർ സുരക്ഷിതരാണോ? അതോ മനുഷ്യക്കടത്ത് മാഫിയയുടെ കൈകളിൽ അകപ്പെട്ടോ അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് മാഫിയയുടെ കയ്യിലകപ്പെട്ടോ? അറിയില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പേരെ കാണാതാവുന്നത്? പോലീസ് പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ മൂലമോ പ്രണയബന്ധങ്ങൾ മൂലമോ വീട് വിട്ടറിൽ പോകുന്ന കൗമാരക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് എന്നാണ്. ഇതൊരു സാധാരണ സംഭവമാണെന്നും ഡൽഹിയിൽ ഒരു മാസത്തിൽ 2000 മിസ്സിംഗ് കേസുകൾ ഉണ്ടാകാറുണ്ടെന്ന് അവർ പറയുന്നു. അതിന് കാരണം പറയുന്നത് സ്കൂൾ വിട്ടോ മറ്റോ കുട്ടികൾ വീട്ടിലെത്താൻ വൈകുകയും പോലീസിൽ പരാതി നൽകുകയും മണിക്കൂറുകൾക്കകം അത് പരിഹരിക്കുകയും ചെയ്യും. പക്ഷേ പോലീസ് റെക്കോർഡിൽ ആ കണക്ക് അവിടെ തന്നെ കിടക്കും എന്നാണ്. ഇതൊരു റീസൺ മാത്രമാണ്. ഇത് ഒരു നിസ്സാരമായി കാണാൻ നമ്മൾക്ക് കഴിയുന്നില്ല. കാരണം ദാരിദ്ര്യം മുതലെടുത്ത് കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു മാഫിയ ഡൽഹിയിൽ സജീവമാണ്. മാത്രമല്ല ജോലി വാഗ്ദാനം ചെയ്തും മറ്റും പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്ന സംഘവും അവിടെ സുലഭമാണ്. പരാതിപ്പെട്ടിട്ട് ഇത്ര ദിവസമായിട്ടും പകുതിയിലേറെ പോലും കണ്ടെത്താത്തത് നമ്മുടെ നിയമത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ വീഴ്ചയാണോ എന്ന് നമ്മൾ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ കണക്കുകൾ കേവലം ഒരു അക്കങ്ങളല്ല, 100 കണക്കിന് കുടുംബങ്ങളെ കണ്ണീരും കാത്തിരിപ്പുമാണ്. നാം നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപരിചിതരുമായുള്ള ഇടപെടലുകളും സോഷ്യൽ മീഡിയയിലെ ഉപയോഗവും വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഓർക്കുക, സുരക്ഷ നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അധികാരികൾ ഈ വിഷയത്തിൽ കൂടുതൽ കർശനമായ നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ജാഗ്രത പാലിക്കുക.